അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ബിരിയാണി കഴിച്ചവരൊന്ന് കൈവെക്കുമോ? ഒന്നും കഴിക്കാത്തവരൊന്ന് കൈവെക്കുമോ? ഇല്ലല്ലോ? ഓക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടാകും, ഷിറാസ് ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്. പേര് മുഹമ്മദ് യാസിർ. വാഫിയാണ്. സ്ഥലം നിങ്ങളെ ഈ പരിസരത്തിനടുത്ത് വെള്ളിമാടുകുന്ന് എന്ന് പറയും. സുപ്രഭാതം പത്രത്തിൽ ധാരാളം എൻ്റെ പ്രിയങ്കരനായ സുഹൃത്തുക്കൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ്, നമ്മുടെ പത്രമാണ്. അവരിങ്ങനെ ഒരു അവസരം ഇവിടെ ഒരുക്കി തന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനായി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഇന്നലെയും ഇന്നുമായി നടക്കുന്ന വിവിധ ആളുകളുടെ വളരെ പ്രധാനപ്പെട്ട സംസാരങ്ങൾ ഇതിൽ നിന്നൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ കരിയർ തീരുമാനിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, 1, 2, 3 ആളുകളുടെ സംസാരം കൊണ്ടോ അതല്ലെങ്കിൽ ധാരാളം ആളുകളോട് ചോദിച്ച് പരന്ന് നേരത്തെ മുൻകഴിഞ്ഞ ആളുകളൊക്കെ ഇവിടെ പറഞ്ഞു വെച്ച പോലെ ധാരാളം ആളുകളോട് ചോദിച്ചുകൊണ്ടും എക്സ്പീരിയൻസ് ഉള്ള ആളുകളോട് സംസാരിച്ചുകൊണ്ടും കഴിഞ്ഞു പോയ എന്താണോ നിങ്ങൾ തീരുമാനിച്ചത്, ഉദാഹരണം നിങ്ങൾ കലക്ടർ ആകണം, IAS കാരനാകണം, അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, പല ആഗ്രഹങ്ങളുമായി വന്നിരിക്കുന്ന ആളുകളുണ്ടാവും. നിങ്ങൾ ഓരോരുത്തരോടും ഞാനിങ്ങനെ ആഗ്രഹങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ പലർക്കും പലതും പറയാനുണ്ടാവും. പക്ഷേ കറൻ്റ്ലി ഇന്നത്തെ സമൂഹത്തിൽ പല ആളുകളോട് ചോദിച്ചാലും പ്രത്യേകിച്ച് എനിക്കങ്ങനെ ഒന്നും പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല എന്ന് പറയുന്ന ആളുകളെയും കണ്ടിട്ടുണ്ട്. ഏതായാലും സിവിൽ സർവീസിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഇവിടേക്ക് എഴുന്നേറ്റ് നിന്നത്. അതിൽ സിവിൽ സർവീസ് ഞാൻ ജോലി ചെയ്യുന്ന ഈ സ്ഥാപനത്തിൽ ഇന്നലെ ഇവിടെ വെച്ച് നമ്മളോട് സംസാരിച്ച നജീബ് കാന്തപുരം MLA സാർ, പെരിന്തൽമണ്ണ MLA ആണ്. അദ്ദേഹം സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ പേരിലുള്ള ഒരു സിവിൽ സർവീസ് അക്കാഡമി നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു സബ് സെൻ്ററാണ് ഷിറാസ് റെസിഡൻഷ്യൽ സ്കൂള്. 8-9 ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾ അവിടെ അഡ്മിഷൻ എടുത്ത് +1 +2 സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് വിത്ത് എൻട്രൻസ് കോച്ചിങ്ങോട് കൂടി നടത്തുന്ന ഒരു സ്ഥാപനമാണ്. ദെൻ ഈ സ്ഥാപനത്തിൽ ഈ പറയപ്പെട്ട IAS കോച്ചിങ് വളരെ കൃത്യമായി ക്രിയ എന്ന് പറയും, മുദ്ര ക്രിയ ഫൗണ്ടേഷൻ്റെ കീഴിൽ വളരെ കൃത്യമായി നടന്നു വരുന്നുണ്ട്. ഇതിനെ തുടർന്ന് ഉള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഏതായാലും എന്താണ് സിവിൽ സർവീസ് എക്സാം? ശരിക്കും പറഞ്ഞാൽ ചില ആളുകൾ IAS എക്സാം അല്ലെങ്കിൽ IPS എക്സാം അങ്ങനെ ധാരാളം പല ആളുകൾ പറയാറുണ്ട്, പല രീതിയിൽ പറയാറുണ്ട്. ശരിക്കും അതിന് സിവിൽ സർവീസ് എക്സാം CSE എക്സാം എന്നാണ് പറയുന്നത്, CSE എന്നാണ് പറയുന്നത്. ഇത് നടത്തുന്ന ബോർഡാണ് UPSC എന്ന് പറയുന്നത്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇത് നടത്തുന്ന ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്ന ബോർഡ് കേന്ദ്ര ബോർഡാണ് UPSC എന്ന് പറയുന്നത്. കേരളത്തിൽ നമ്മൾ PSC വഴി ഗവൺമെൻറ് ജോലി വാങ്ങാൻ വേണ്ടി നമ്മൾ KPSC ആശ്രയിക്കുന്നു, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന പോലെ ഇന്ത്യയിൽ അഖിലേന്ത്യാ സർവീസ്, സെൻട്രൽ സർവീസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബോർഡാണ്. അവർ സംഘടിപ്പിക്കുന്ന എക്സാമുകളാണ് CSE എക്സാം എന്ന് പറയുന്നത്. ദെൻ ഈ എക്സാം ഏകദേശം ഫെബ്രുവരി മാസത്തിലാണ് സാധാരണഗതിയിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാറുള്ളത്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് ഫെബ്രുവരിയിൽ വന്ന് അതിൻ്റെ അപേക്ഷയൊക്കെ കഴിഞ്ഞ് ഏകദേശം ജൂൺ ആകുന്ന സമയത്താണ് അതിന് 3 ഘടകങ്ങളാണ്, 3 ഘട്ടങ്ങളിലായിട്ടാണ് അതിൻ്റെ എക്സാമുകൾ നടന്നു വരുന്നത്. ഈ 3 എക്സാം നടക്കുന്നതിൽ ആദ്യ ഘട്ടം പ്രിലിമിനറി എക്സാമാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ എക്സാം എഴുതും. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഇതിന് എക്സാം എഴുതും. 25 ലക്ഷം വിദ്യാർത്ഥികൾ നീറ്റ് എക്സാം എഴുതുന്നുണ്ട്. അതിൻ്റെ അത്ര വണ്ണം തന്നെ നമ്മുടെ സിവിൽ സർവീസ് എക്സാം എഴുതാൻ, അതിന് ആദ്യഘട്ട എക്സാം എഴുതാൻ, പ്രിലിമിനറി എക്സാം എഴുതാൻ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. ഇതിന് ആദ്യമായി വേണ്ടത്, നിങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന 10ാം ക്ലാസ്സുകാരുണ്ട്, +1 +2 പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, ഡിഗ്രി വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ 10ാം ക്ലാസ്സുകാർ വിചാരിക്കേണ്ട എന്നോടുള്ള സംസാരമല്ലല്ലോ എന്ന് വിചാരിക്കേണ്ട. ഇത് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾ, മുഴുവൻ ആളുകളും ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ താഴെ ഇപ്പോൾ
എൻ്റെ സ്ഥാപനത്തിൽ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ വരെ ഇതിനെ കോച്ചിങ് ആരംഭിച്ചിട്ടുണ്ട്. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും മുതൽ ഇത് ആരംഭിക്കേണ്ടതുമുണ്ട്. അപ്പോൾ ഇതിനെ മെനക്കെട്ട് നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ട് ചിലപ്പോൾ അതിൻ്റെ ഇടയിലൊന്ന് വീണു പോകും, ചിലപ്പോൾ നമ്മളൊന്ന് തോറ്റുപോകും. തോൽവി എന്ന് പറയുന്നത് ഒരിക്കലും പരാജയമല്ല. പരീക്ഷയ്ക്ക് ഇപ്പം നിങ്ങൾ പരീക്ഷയ്ക്ക് ഇവിടെ വിജയിച്ച് വന്നിരിക്കുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ കൂട്ടത്തിൽ നമ്മുടെ പരിചയത്തിലുള്ള ആളുകൾ, നമ്മുടെ സ്കൂളിലുള്ള ആളുകളൊക്കെ പരാജയപ്പെട്ട ആളുകളുണ്ടാവും. തോൽവി എന്ന് പറയുന്നത് അതൊരു പരാജയമായി അതോടുകൂടി എല്ലാം അവിടെ അവസാനിച്ചു എന്ന് നമ്മൾ വിചാരിക്കേണ്ട. തോൽവി എന്ന് പറയുന്നത് നമ്മൾ നമ്മെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രോഗ്രാമിംഗ്, അത്ര മനസ്സിലാക്കിയാൽ മതി. സ്വാഭാവികമായി ഏകദേശം ഒരാൾക്ക് 6 തവണ, ജനറൽ ടോക്കാണ് ഞാൻ സംസാരിക്കുന്നത്, ഓരോ കാറ്റഗറി, OBCക്ക് ഇത്രയൊക്കെ തവണ, അതുപോലെ SC STക്ക് വേറെ തവണ, അങ്ങനെ പല കാറ്റഗറി ഉണ്ട്. ജനറലി ഒരാൾക്ക് 6 തവണ സിവിൽ സർവീസ് എക്സാം അറ്റൻഡ് ചെയ്യാം. അതിന് വേണ്ടത് +2 പ്ലസ് അതിന് ശേഷം എനി ഡിഗ്രിയാണ്. ഏത് ഡിഗ്രിയും എടുക്കാം. അത് BA ഇംഗ്ലീഷ് എടുക്കുക, BA സൈക്കോളജി എടുക്കുക, BCom എടുക്കുക. MBBS കഴിഞ്ഞ് ഡോക്ടറേറ്റ് കിട്ടിയതിൻ്റെ ശേഷം, PhD കെട്ടി ഡോക്ടറേറ്റ് കിട്ടിയതിൻ്റെ ശേഷം ആളുകൾ IASന് വേണ്ടി പ്രിപ്പറേഷൻ നടത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിൽ അത് ഒഴിഞ്ഞ്, പിന്നെ മാത്രമല്ല നമ്മുടെ ഇടയിൽ സാധാരണഗതിയിൽ ചില ആളുകൾക്കൊരു ധാരണ ഉണ്ടാവും, അതൊക്കെ ഇപ്പോൾ പൈസ ഉള്ള ആളുകൾ അല്ലെ വലിയ എമൗണ്ട് കോസ്റ്റ്ലി വരുന്ന കോഴ്സ് പഠിച്ച് വേണം എന്നൊന്നും വേണ്ട. നമ്മുടെ ഫോണിങ് ഉപയോഗിച്ചാൽ അതിൽ യൂട്യൂബ്, നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ റീൽ അഡിക്ഷൻ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ഓരോരുത്തരും വീണ് പോകുന്ന വലിയൊരു അഡിക്ഷനാണ് റീൽ അഡിക്ഷൻ. ലഹരി പോലെ നമ്മൾ ആ റീൽ ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുന്ന അതേ ഒരു സമയം നമ്മൾ പിടിച്ചെടുത്ത് യൂട്യൂബിൽ ധാരാളം ക്ലാസ്സുകൾ, IASൻ്റെ കോച്ചിങ്, അത് നിങ്ങൾ ക്യാഷ് കൊടുത്തും അല്ലാതെയും ഒക്കെ ധാരാളം കോഴ്സ് നടത്തുന്ന ധാരാളം സംവിധാനങ്ങളുണ്ട്. സ്വാഭാവികമായി അത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ, എൻ്റെ അടുത്ത് കാശില്ല, എൻ്റെ ബാപ്പാക്ക് സ്വത്തില്ല, അതൊന്നൊരു കാരണമാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് +1 +2 ഹ്യൂമാനിറ്റീസ് പഠിച്ചാലും കൊമേഴ്സ് പഠിച്ചാലും സയൻസ് പഠിച്ചാലും നിങ്ങൾക്ക് സിവിൽ സർവീസിന് പ്രാപ്തരാകാം. സയൻസ് പഠിച്ചാൽ അതിന് പറ്റൂല, അല്ലെ ഹ്യൂമാനിറ്റീസ് അതിന് നിർബന്ധമാണ്, അങ്ങനെയൊന്നുമില്ല. സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും നിങ്ങൾക്ക് സിവിൽ സർവീസിന് യോഗ്യതയുണ്ട്. ഇതിൻ്റെ ശേഷം ഡിഗ്രി ഞാൻ പറഞ്ഞല്ലോ ഏനി ഡിഗ്രിയാണ്, ഏത് ഡിഗ്രിയും പറ്റും. ഇനി മാത്രമല്ല ഡിഗ്രി നിങ്ങളൊരു കോളേജിൽ പോയി റെഗുലറായി പഠിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഡിസ്റ്റൻസായി ചെയ്ത ഡിഗ്രി ആയാലും മതി. അപ്പം അങ്ങനെ ഡിഗ്രി വഴി നിങ്ങൾ ഒരു ഡിഗ്രി കൂടി പാസ്സാകണം, ഡിഗ്രി പാസ്സാവണം, എല്ലാ പേപ്പറും പാസ്സാവണം. അങ്ങനെ ഡിഗ്രി എടുത്തതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഫെബ്രുവരി മാസത്തിലാണ് നോട്ടിഫിക്കേഷൻ വരിക. ഇതിന് ശേഷം നന്നായിട്ട് പ്രിപ്പറേഷൻ നടത്തണം. 4-5 വർഷമൊക്കെ പ്രിപ്പറേഷൻ നടത്തിയ ആളുകൾ റാങ്ക് കിട്ടുന്ന ആളുകളുണ്ട്. ഒറ്റ തവണ എക്സാമിൽ തന്നെ ഇത് ക്ലിക്ക് ചെയ്ത് അവസാനം ഇതിൻ്റെ ഇൻ്റർവ്യൂ വരെ പാസ്സാകുന്ന ആളുകളുണ്ട്. 3 ഘട്ടം പരീക്ഷയാണ്. ആദ്യത്തത് പ്രിലിമിനറി എക്സാമാണ്, ഇത് മൾട്ടിപ്പിൾ ചോയ്സാണ്. ആ എക്സാമിന് 2 പേപ്പറാണ് ഉണ്ടായിരിക്കുക. 200 മാർക്കിൻ്റെ 2 പേപ്പർ. ഈ 2 പേപ്പർ ഒരു ദിവസമാണ് ഉണ്ടായിരിക്കുക. ആ എക്സാമിൽ ഏകദേശം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളിൽ നിന്ന് ഈ എക്സാം പാസ്സായിരിക്കണം എന്നുള്ളതാണ്. പാസ്സായ ആളുകൾക്ക് ഏകദേശം സെപ്റ്റംബർ മാസമാകുന്ന സമയത്ത് മെയിൻ എക്സാം ഉണ്ടാവും. മെയിൻ എക്സാമിൽ 9 പേപ്പറുകൾ ഉണ്ടാവും. 9 പേപ്പറുകൾ എക്സാം ഉണ്ടാവും. ഏകദേശം 9 പേപ്പറും കൂടി 1750 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. പരന്ന വായനയിലൂടെയും ധാരാളം അറിവുകൾ സമ്പാദിക്കുന്നതിലൂടെയും മാത്രമേ അത് എഴുതാൻ കഴിയുള്ളൂ. പ്രത്യേകിച്ച് സയൻസ് പഠിക്കുന്ന ആളുകൾ, മാത്സ് പഠിക്കുന്ന ആളുകൾ, ഈ ആളുകൾക്കൊക്കെ ഒന്നുകൂടി അത് സുഗമമായ രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയും. മാത്രമല്ല ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ പൊളിറ്റിക്സ്, സോഷ്യൽ സയൻസ് ഈ ഭാഗങ്ങളിനെ അടിസ്ഥാനപ്പെടുത്തി, പ്രധാനമായും കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ അടിസ്ഥാനപ്പെടുത്തി ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്.
ഈ ചോദ്യങ്ങളൊക്കെ തുടർന്ന് ഇതെല്ലാം അടങ്ങുന്നതാണ് ഈ 9 പേപ്പർ ഉണ്ടായിരിക്കുക. ഈ 9 പേപ്പറിൽ പ്രധാനമായി ഒന്നാമത്തെ പേപ്പർ ഇംഗ്ലീഷാണ്, രണ്ടാമത്തെ പേപ്പർ ഇന്ത്യൻ ലാംഗ്വേജ് ആണ്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച 8 ഭാഷകളുണ്ട്, അതിലൊന്ന് മലയാളമാണ്. ഈ ഭാഷ അടക്കം ഈ ലാംഗ്വേജിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ലാംഗ്വേജിൻ്റെ സാഹിത്യപരമായ അതിൻ്റെ ലിറ്ററേച്ചർ പരമായ എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന രണ്ടാമത്തെ ഒരു പേപ്പർ. മൂന്നാമത്തത് ഒരു എസ്സേ എക്സാമാണ്. പിന്നെ 4, 5, 6 വിഷയങ്ങൾ. ഒരു പ്രത്യേകമായി നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഈ ഭാഗങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്സ് എന്നുള്ള ഭാഗങ്ങൾ നമുക്ക് ആദ്യം തന്നെ പറഞ്ഞു തരും. ഈ ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. പിന്നെ ഒരു ഓപ്ഷണൽ നമുക്ക് 26 വിഷയങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ വർഷം 26 സബ്ജക്റ്റുകൾ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഓപ്ഷണൽ എടുക്കുകയാണ് 2 വിഷയങ്ങൾ. അങ്ങനെ ടോട്ടൽ 9 പേപ്പറുകൾ എക്സാം ചെയ്താണ്ടോ. ഈ 9 പേപ്പറുകൾ 1750 മാർക്ക് പ്ലസ് അതിൽ നിന്നും പാസ്സായ ആൾ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആകാശത്തിൻ്റെ അടിയിലുള്ള എന്തിനെക്കുറിച്ചും ചോദിച്ചേക്കാം. ആ ചോദ്യത്തിന് നമ്മുടെ അവതരണ ശൈലിക്കാണ് മാർക്ക്. എന്തും ചോദിച്ചേക്കാം. നമ്മൾ ചിലപ്പോൾ PSC എക്സാമൊക്കെ വഴി ചിലപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ പോയാൽ എന്തും ചോദിക്കും. ഒരിക്കൽ എൻ്റെ സുഹൃത്ത് ഒരു പോലീസിനുള്ള ഒരു ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് അവരോട് ചോദിച്ചു, കുറേ ആളുകൾ കൂടി നിങ്ങളെങ്ങനെ ആക്രമിക്കാൻ വരിക, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് തടുക്കുക? അപ്പോൾ ഇവൻ പറഞ്ഞു, പിന്നെ ലാത്തിയൊക്കെ ഉപയോഗിച്ച് ഞാൻ തല്ലും. അപ്പോൾ അവർ തിരിച്ചും കൊണ്ട് ചെയ്താൽ എന്ത് ചെയ്യും? അങ്ങനെ അതിനെ തുടർന്നുള്ള ചോദ്യങ്ങളായി മാറി. അങ്ങനെ തുടങ്ങിയ ഇൻ്റർവ്യൂ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇൻ്റർവ്യൂ എന്ത് കാര്യവും ചോദിക്കും. ചോദ്യത്തിൻ്റെ അവതരണ ശൈലിയാണ് വളരെ പ്രധാനമായി ശ്രദ്ധിക്കുക. അപ്പോൾ പറഞ്ഞു വരുന്നത് ഏകദേശം 2025 മാർക്കാണ് IAS എക്സാമിന് ഉണ്ടായിരിക്കുക. ഈ 2025 മാർക്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്ലാമർ പോസ്റ്റ് എന്നൊക്കെ രീതിയിൽ നമ്മളൊക്കെ കാണുന്ന പോസ്റ്റാണ് ഒന്ന് IAS, അല്ലെങ്കിൽ IPS, അല്ലെങ്കിൽ IFS, അല്ലെങ്കിൽ IRS. ഇങ്ങനെ ധാരാളം പോസ്റ്റുകളുണ്ട്. ഏകദേശം 90-ൽ പരം പോസ്റ്റുകളുണ്ട്. ഇതിൽ വളരെ ഗ്ലാമർ പോസ്റ്റുകൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ വിചാരിക്കും നമ്മുടെ ജില്ലയുടെ കലക്ടർ അല്ലെങ്കിൽ പിന്നെ കേന്ദ്ര സർവീസിലിരിക്കുന്ന ഉന്നതരായ ആളുകൾ, ഈ ആളുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതല്ല. ധാരാളം ആളുകൾ ഫോറിൻ സർവീസ് ഉണ്ട്, അതുപോലെ റവന്യൂ സർവീസ് ഉണ്ട്, അഖിലേന്ത്യാ സർവീസുകൾ, സെൻട്രൽ സർവീസുകൾ ധാരാളമുണ്ട്. ഇതിലൊക്കെ നമ്മുടെ പോസ്റ്റ് പോകുന്നതാണ്. അതിലേറ്റവും ഗ്ലാമർ പോസ്റ്റ് എന്നുള്ള നിലക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന പോസ്റ്റാണ് IAS എന്ന് പറയുന്നത്. ദെൻ അതിനെ തുടർന്ന് IPS എന്ന് പറയുന്നത് പോലീസ് സർവീസ്, തപാൽ സർവീസൊക്കെ ഇതിൻ്റെ ഭാഗമുള്ളതാണ്. അപ്പോൾ ഞാൻ ബേസിക് ആയിട്ട് ഇതിൻ്റെ ഒരു വളരെ ചുരുക്കം കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഇൻ്റർവ്യൂ അടക്കം പാസ്സാകുന്ന സമയത്താണ് നമ്മുടെ ഈ IAS ക്രാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ വളരെ പ്രധാനമായും നിങ്ങളിപ്പോൾ ഇവിടെ ഈ കൊടുവള്ളി ഏരിയക്കാരായ ആളുകൾ, ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. കുറച്ച് സമയമായി ഞാൻ ഇവിടെ വന്നിരിക്കുന്നു, കുറേ ആളുകളെ പരിചയപ്പെട്ടു. ആളുകൾ കൂടുതൽ വിദ്യാർത്ഥികളും വന്നിരിക്കുന്ന ഈ ഒരു ഏരിയയിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, IAS എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ പാവപ്പെട്ട ആളാണ്, എനിക്കിതിനൊന്നും വയ്യേ, എനിക്ക് ഇതിനുള്ള ക്യാഷൊന്നുമില്ലേ എന്നൊന്നും വിചാരിക്കേണ്ടതില്ല. ഇതിനുള്ള എല്ലാ സ്രോതസ്സും ഇന്ന് നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആണ്. അത് ഫോണിലായിട്ടും യൂട്യൂബിലായിട്ടും മറ്റൊക്കെ നമ്മുടെ സമയം നമ്മൾ കണ്ടെത്തുന്ന എത്രത്തോളം നമ്മൾ പ്ലാൻ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടോ അത്ര ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, തോറ്റുപോയിടത്ത് നിന്ന് ഒരിക്കലും നമ്മൾ പിന്മാറാൻ പാടില്ല. അത് ഇതിൽ പറഞ്ഞതാണ്. തോറ്റുപോയിടത്ത് നിന്ന് നമ്മൾ ഒരിക്കലും പിന്മാറാൻ പാടില്ല. തോറ്റുപോയ ആളുകൾ ധാരാളം നമ്മുടെ മുമ്പിൽ മാതൃകയായി ഏറ്റവും മുന്നിലേക്ക് ഉദിച്ച ആളുകളുണ്ട്. ഇന്ത്യയിലൊരു വോളിബോൾ താരമുണ്ടായിരുന്നു, ഒരു സ്ത്രീയായിരുന്നു, അരുണിമ സിൻഹ. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? വോളിബോൾ താരം അരുണിമ സിൻഹ. ഈ സിൻഹ ഒരു ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ട്രെയിനിലേക്ക് കൊള്ളക്കാർ വന്ന് കയറി ഈ ലേഡിയെ എടുത്ത് പുറത്തേക്കിട്ട സമയത്ത് അപ്പുറത്തെ ട്രാക്കിലാണ് വീണത്. ആ ട്രാക്കിലൂടെ മറ്റൊരു ട്രെയിൻ വന്നു. ഇവരുടെ കാലിന് മുകളിലൂടെ ആ ട്രെയിൻ കയറി, കാല് നഷ്ടമായി. ഒരു കായിക താരത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കാല് എന്ന് പറയുന്നത്.
നഷ്ടപ്പെട്ടിരിക്കുന്ന ഹോസ്പിറ്റലിൽ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ നെഗറ്റീവായി ഇനി എന്താ ചെയ്യുക, കഴിഞ്ഞു പോയല്ലോ, ഇനി നമുക്കൊന്നും ചെയ്യാൻ കഴിയൂലല്ലോ എന്ന് പറഞ്ഞ ഇടത്ത് നിന്ന് ഈ അരുണിമ സിൻഹയിൽ ഒരു മാതൃകയുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞത്. അവർ ആ കിടക്കപ്പായിൽ കിടന്നുകൊണ്ട് ഒരു ഇൻറ്റൻഷൻ, ഒരു തീരുമാനത്തിലെത്തി. ആ ഒരു തീരുമാനത്തിൽ തുടർന്ന് മൗണ്ട് എവറസ്റ്റ് അടക്കം ഓരോ ഭൂഖണ്ഡങ്ങളിലെയും വളരെ പ്രധാനപ്പെട്ട മലനിരകളുടെ ഏറ്റവും മുകളിൽ പോയി രാജ്യത്തിൻ്റെ പതാക, ഇന്ത്യയുടെ പതാക കുത്തി. ഈ കാലില്ലാത്ത ഇവർ ചെയ്യുന്നൊരു പണിയാണിത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരിലുണ്ടായിരിക്കുന്ന ഒരു മോട്ടീവ് നമ്മൾ സ്വീകരിക്കുക. അത്തരം ആളുകൾ, ധാരാളം ആളുകൾ, പല ആളുകളും. ഇപ്പോൾ ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരുന്നു, KR നാരായണൻ. അറിയോ? മലയാളിയാണ്, കോട്ടയംകാരനാണ്, മലയാളിയാണ്. കോട്ടയംകാരനായ ഇന്ത്യൻ രാഷ്ട്രപതിയായ KR നാരായണൻ ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്താവാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചിരുന്ന സമയത്ത് വളരെ ചെറിയ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് കയറി വരുന്ന KR നാരായണനോട് ചോദിച്ചു എന്താവാനാണ് താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ ഒരു ധനികനായ കൂട്ടുകാരനുണ്ട്. ആ കൂട്ടുകാരൻ്റെ വീട്ടിലൊരു പട്ടിയുണ്ട്. ആ പട്ടിയുടെ ധനാഢ്യം നിറഞ്ഞ, ആ ഒരു സമ്പത്ത് നിറഞ്ഞ ആ പട്ടിക്ക് വേണ്ടിയിട്ട് അവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആ ഒരു പട്ടിയായിട്ടെങ്കിലും അടുത്ത ജന്മത്തിൽ എനിക്ക് ജനിക്കാൻ കഴിഞ്ഞാൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ KR നാരായണൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്. എന്ന് പറഞ്ഞ KR നാരായണൻ നടന്ന് കയറിയത് ഇന്ത്യയുടെ ഭരണസിരാകേന്ദ്രത്തിലേക്കാണ്. നമ്മൾ വിചാരിക്കണ്ട ഈ ഒരു എളേറ്റിൽ ഗ്രാമത്തിൻ്റെ ഈ ഒരു കൂട്ടത്തിൽ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ നാളെ ഒരു IAS കാരനായേക്കാം, നാളെ ഒരു IPS കാരനുണ്ടായേക്കാം. അപ്പം അതുകൊണ്ട് പരാജയം ഒരിക്കലും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഞാൻ പരാജയപ്പെട്ടല്ലോ എന്നുള്ളത് നമ്മൾ വിചാരിക്കേണ്ടത് തന്നെ ഇല്ല. പരാജയപ്പെട്ടവരിലും വിജയം നമുക്ക് ധാരാളം കണ്ടെത്താനുണ്ട്. ധാരാളം ആളുകളുടെ ചരിത്രവും അങ്ങനെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ഒരിക്കലും PSC പരീക്ഷയാണെങ്കിൽ പോലും ഞാനിപ്പോഴും PSC എക്സാം എഴുതി കുറച്ച് ലിസ്റ്റിലൊക്കെ ഒക്കെ പെട്ടു. ഇപ്പോൾ ഇവിടെ ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പ്രിൻസിപ്പളായി ജോലി ചെയ്യുന്നത് കൊണ്ടാണ്. സർക്കാർ സ്ഥാപനത്തിലേക്ക് പരമാവധി നിങ്ങളെല്ലാവരും കയറി പറ്റാൻ ശ്രമിക്കണം. ഞാൻ അതിൻ്റെ ഒരു പേഴ്സണൽ ഒരു ഒപ്പീനിയൻ നിങ്ങൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളെ കാണുന്ന സമയത്ത് പറയുന്നതാണ്. എൻ്റെ വിഷയമൊന്നല്ല. ഒന്നുകിൽ PSC എക്സാം നേടിയിട്ടെങ്കിലും ഒരു ഗവൺമെൻറ് ജോലിക്കാരനാകാനെങ്കിലും നിങ്ങളെല്ലാവരും സാധിക്കണം. അതിനൊക്കെ ധാരാളം വഴികളും സാധ്യതകളും നമ്മുടെ നാട്ടിൽ തുറന്നു കിടക്കുകയാണ്. അതിനുള്ള ധാരാളം സ്ഥാപനങ്ങൾ ഇവിടെ താഴെ സ്റ്റോളിലായിട്ട് നിങ്ങളുടെ മുമ്പിലുണ്ട്. ഈ സ്ഥാപനങ്ങളൊക്കെ കണ്ട് എല്ലാം അറിഞ്ഞു നിങ്ങളൊരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ ഒരു കാരണവശാൽ നേരത്തെ ഇവിടുന്ന് ആരോ സംസാരിച്ചു, അതിനകത്ത് ആ ഒരു കാര്യം ഞാൻ വീണ്ടും അതിന് അടിവരയിട്ട് പറയുകയാണ്. കൂട്ടുകാരെല്ലാവരും കൂടി പോകുന്നുണ്ട്. ആ കൂട്ടുകാരെടുക്കുന്ന കോഴ്സ് ഏതാണോ അതങ്ങനെ എടുക്കും അല്ലേ? എന്നിട്ട് ഞാൻ 10 കഴിഞ്ഞു, 10 വരെ കഴിഞ്ഞ പോലെ അല്ല മക്കളെ +1 +2. +1 +2 പഠിച്ച പോലെ അല്ല ഒരിക്കലും ഡിഗ്രി. അത് വളരെ കൃത്യമായി, വളരെ പ്രസ്പഷ്ടമായി ഞാൻ ഒന്നുകൂടി ആണയിട്ട് പറയാണ്. നന്നായിട്ട് മനസ്സിലാക്കിക്കോളി, നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് പഠിച്ചേ പറ്റൂ. അപ്പം അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു തീരുമാനം ഒരിക്കലും നമ്മുടേതാവാതെ മറ്റാരെങ്കിലും ചോദിച്ചത് കേട്ടപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു അസുഖമായി കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ വന്നാൽ ഡോക്ടർ, അവിടെ അങ്ങനെ ഒരു ഡോക്ടർ ഉണ്ട് കേട്ടോ, ആ ഡോക്ടറെ കാണിച്ചാൽ മതി. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വേറൊരാൾ വന്നാൽ പറയും അപ്പുറത്ത് വേറൊരു ഡോക്ടർ ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ മറ്റൊരുത്ത് പോയാൽ അവിടെ വേറൊരു ഹോസ്പിറ്റൽ ഉണ്ട് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞ് ഓരോരുത്തർ പലതും പറയും. എവിടെയാണോ കൃത്യമായ മരുന്നുള്ളത് അവിടെ തന്നെ അത് മാറുള്ളൂ എന്നുള്ളത് വേറൊരു സത്യമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ കരിയറാണ്. ഈ കരിയർ എൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടി അങ്ങോട്ട് പോവാണ്. നമ്മൾ പോയി അപ്പം എനിക്കിനിയിപ്പോൾ അവിടെ പോകാൻ കഴിയൂലല്ലോ എന്നൊന്നും വിചാരിക്കണ്ട. നമ്മൾ എവിടേക്കാണോ പോകാൻ തീരുമാനിച്ചത് അത് അവിടെ എത്തും. എന്നിട്ട് ഇപ്പോൾ നേരത്തെ ഇവിടെ സംസാരിച്ച സാറ് പറഞ്ഞതുപോലെ സാമ്പത്തികമൊക്കെ നമ്മൾ നോക്കണം. നമ്മുടെ മാതാപിതാക്കൾ എങ്ങനെയാണ് നമ്മളെ വളർത്തുന്നതെന്ന് നോക്കണം. ഇതൊക്കെ നോക്കിക്കൊണ്ടൊക്കെ മനസ്സിലാക്കി ഒന്ന് പഠിച്ചറിഞ്ഞ് നമ്മൾ 10 കൊല്ലം പഠിച്ചിട്ടാണ് നമ്മൾ ഇനി എന്ത് എന്ന് ആലോചിക്കുന്നത്, അല്ലെങ്കിൽ 12 കൊല്ലം പഠിച്ചിട്ടാണ് ഇനി എന്ത് എന്ന് ആലോചിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അഡ്മിഷൻ വന്നൊരു കുട്ടി എന്നോട് പറഞ്ഞു എനിക്ക് BComന് എങ്ങനെയെങ്കിലും ഒന്ന് ചേരണം. അപ്പം ഞാൻ ചോദിച്ചു BComന് ചേരണമെങ്കിൽ നിങ്ങൾ ഹ്യൂമാനിറ്റീസ് അല്ലേ പഠിച്ചത്, കൊമേഴ്സ് പഠിച്ചാലോ അല്ലെങ്കിൽ സയൻസ് പഠിച്ചാലോ അല്ലേ നമുക്ക് സാധിക്കുക?
എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടീനോട് ആരോ പറഞ്ഞു പറ്റിച്ചു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിച്ചാലും BCom കിട്ടും എന്നുള്ളത്. ഹ്യൂമാനിറ്റീസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് BCom കിട്ടും. ലോകത്ത് അങ്ങനെ ഒരു സത്യം ആരും പറയാറില്ല. അത് എന്ത് സംഭവിച്ചാണെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പോകുന്ന സ്ഥാപനത്തിൽ നിങ്ങൾ ഉദ്ദേശിച്ച കോഴ്സ് തന്നെയാണോ? ഇപ്പോൾ ഹ്യൂമാനിറ്റീസിൽ തന്നെ വിവിധ കാറ്റഗറി ഉണ്ടാവും, സയൻസിലുണ്ടാവും, കൊമേഴ്സിലുണ്ടാവും. ആ കാറ്റഗറി ഏതാണോ, ഈ ഒരു കാറ്റഗറി ഇത് ഉപയോഗിച്ചു കൊണ്ടാണ് ഞാൻ പഠിക്കേണ്ടത്, ഇത് പഠിച്ചാലാണ് ഞാൻ ഇവിടെ എത്തുക എന്നുള്ള കാര്യം വളരെ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ ഈ ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റുകയുള്ളൂ എന്നുള്ളത് കൂടി സൂചിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നല്ലൊരു തീരുമാനത്തിൽ എത്താൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങളോട് സംസാരിക്കാൻ ഇങ്ങനെ ഒരു അവസരം തന്നതിന് പത്രത്തിൻ്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ വളരെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.